ദിവസത്തിലാവുമ്പോൾ പാലം തീർച്ചയായിട്ടും അത് ഗതാഗതം നിലനിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് ഒരു ചരിത്ര സ്മാരകമാക്കിയിട്ട് ഈ പാലം നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചരിത്ര സ്മാരകങ്ങളിൽ നമ്മുടെ സിനഗോഗും വാസ്കോ ഡ ഗാമ പള്ളിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട. കാരണം ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന പൈതൃക നഗരത്തിലേക്കുള്ള എൻട്രി ഇത്തരത്തിലുള്ള ഒരു ഐക്കണിലൂടെ ആവുന്നത് വളരെ നല്ലതാണ്. ഫോർട്ട് കൊച്ചിയെ കുറിച്ച് എന്തെങ്കിലും പാരീസിന് ഈഫെയിൽ ടവർ പോലെ, US-ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ നമുക്ക് ഫോർട്ട് കൊച്ചിക്കാർക്ക് ഒരു ചെറിയ ഒരു ഐക്കൺ, അതാണ് നമ്മളുടെ ഹാർബർ ബ്രിഡ്ജ്. ശരിക്കും റോബർട്ട് ബ്രിസ്റ്റോ എന്നെ സംബന്ധിച്ച ഒരു മിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് ജെറോ, പുള്ളിയുടെ ജീവിതത്തിൻ്റെ പൂർവാശ്രമത്തിൽ ഹാർബർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കാണ്. അപ്പോൾ അക്കാലത്ത് അദ്ദേഹം ബ്രിസ്റ്റോടൊപ്പം കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ ഇദ്ദേഹത്തെ ഒരു വലിയൊരു മിത്തിക്കൽ ക്യാരക്ടറായിട്ട് അങ്ങ് വളർത്തുകയുണ്ടായി. മാത്രമല്ല, ശരിക്കും ബ്രിസ്റ്റോയെ പോലെ കൊച്ചിയെ സ്നേഹിച്ച ഒരാൾ വേറെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നും അയാളുടെ ജീവനും ആത്മാവും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇവിടുന്ന് പോയതിനു ശേഷവും എന്ന് തന്നെ കരുതണം. ഈ പാലം നിർമ്മിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കണ്ടിരുന്നു. ഇനി ഫർദർ ഡെവലപ്മെൻറ്റിന് ഈ പാലത്തിൻ്റെ കീഴേ കൂടെ മണ്ണുമാന്തി കപ്പലുകൾക്ക്, ഡ്രഡ്ജറുകൾക്ക് പോകേണ്ടതുണ്ട്, മറ്റ് യാനങ്ങൾക്കും അകത്തേക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ അതിനകത്ത് ഈ പറയുന്ന പാലത്തിന് താഴെ കൂടി കടന്നു പോകാനുള്ള, ഈ പറയുന്ന യാനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യം, അതാണ് നമ്മൾ കേരളത്തിലോ എങ്ങും കാണാത്ത വളരെ അപൂർവതയാർന്ന ഒരു സംവിധാനം ആ പാലത്തിന് നടുവിലുള്ളത്. ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന മധ്യഭാഗം. ഇതെൻ്റെ ഓർമ്മയിൽ ഒരിക്കലും മാത്രമേ ഇത് ഉയർത്തി കണ്ടിട്ടുള്ളൂ. ഞാൻ വളരെ കുഞ്ഞായിരുന്നു. അപ്പച്ചന് ഇതിനോടുള്ള പാഷൻ കാരണം അദ്ദേഹം എന്നെ കൊണ്ടുപോയിരുന്നു. ഒരു മണ്ണുമാന്തി കപ്പലിന് വേമ്പനാട്ട് കായലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അത് ഉയർത്തിയതാണ്. നിറയെ ആൾക്കൂട്ടമൊക്കെ ആയിട്ട്. എനിക്ക് വ്യക്തമായ ഓർമ്മകളില്ല, കാരണം ഞാൻ അത്ര ചെറുതാണ്. എങ്കിൽ പോലും ആ ഒരു ചരിത്ര മുഹൂർത്തം, അതിന് ശേഷം അത് പിന്നീട് ഉയർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ പാലം വലിയ ഗതാഗതം താങ്ങില്ല എന്ന അഭിപ്രായം വന്നവരെ തൃപ്തിപ്പെടുത്താനും അവിടെ മുന്നിൽ തൻ്റെ പാലത്തിൻ്റെ സ്ട്രെങ്ത് തെളിയിക്കാനും വേണ്ടി ആനകളെ വഴി നടത്തിച്ച കഥയും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ ഒരു നിലയിൽ ഇത് ഒരു വലിയ വാസ്തുവിദ്യയിലുള്ള ഒരു വലിയ അത്ഭുതമാണ്. ശരിക്കും ഒരു ആർക്കിടെക്ചറൽ വണ്ടർ എന്ന് പറയാവുന്ന തരത്തിൽ സമ്പന്നമായ ഒരു സംഗതിയാണ്. കൊച്ചിയെ, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയെ മെയിൻ ലാൻഡായിട്ട് കണക്ട് ചെയ്യാനുള്ള അത്തരം ഒരു പാലം, അത് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു. കാരണം വിമാനത്താവളവും തുറമുഖവും റെയിൽവേ ഗതാഗതവും ഒക്കെ കൂടി ഒത്തുവരുന്ന ഒരു സ്ഥലം. ഈ പാലം ഇരുമ്പ് പാലമാണ്. എന്തുകൊണ്ട് ഇരുമ്പ് പാലം ബ്രിസ്റ്റോ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ആ പാലം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ചെറിയ ഒരു കാലയളവിനുള്ളിൽ ഈ പാലത്തിന് നിർമ്മിതി കഴിഞ്ഞു. രണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബ്രിസ്റ്റോയെ സംബന്ധിച്ച് എളുപ്പമായിരുന്നു. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇതിൻ്റെ ബെയറിങ്ങുകളിലും മറ്റും ഓയിൽ എല്ലാ മാസവും ഓയിൽ അടിക്കണം. ഓയിൽ അടിക്കുമ്പോൾ ഗ്രീസ് അടിക്കാൻ നേരത്ത് പുതിയ ഗ്രീസ് അടിക്കാൻ നേരത്ത് ഈ പഴയ ഗ്രീസ് അതിൽ നിന്ന് ഉയർന്നു വരണം.
അതുവരെ ആ പഴയ ഗ്രീസ് പോയി പുതിയ ഗ്രീസ് വരുന്നത് വരെ ഇദ്ദേഹം അടുത്ത് നിൽക്കുകയും അത് ചെക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വരെ അദ്ദേഹം മടിച്ചിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. ബ്രിസ്റ്റോ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആ പാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ന് നിങ്ങൾക്കറിയാം അതിൻ്റേതായ അപജയങ്ങൾ. കാരണം കൃത്യമായ മെയിൻ്റെനൻസ് ഇല്ല, അത് പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല, ഗ്രീസ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല. ഇത്തരം ഒരു ചരിത്ര സ്മാരകം പരിരക്ഷിക്കേണ്ടത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ തനിമയിൽ നിലനിർത്തുക. എന്തായാലും ഇനി ആ പാലം ഉയർത്താനും താഴ്ത്താനും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ജലവിതരണത്തിൻ്റെ കുഴൽ കടന്നു വരുന്നത് അങ്ങനെയാണ്. അത് സ്ഥിരമായി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അത് ഉയർത്താനും താഴ്ത്താനും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എങ്കിലും നമ്മളുടെ ഒരു ചരിത്ര പൈതൃകത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ കൊച്ചിക്കാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. കാരണം കേരളത്തിൽ ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരു ദേശം വേറെയില്ല. കൊച്ചിയുടെ മണ്ണിൻ്റെ ഓരോ തരിയിലും ചരിത്രമുണ്ട്. ഒരുപാട് പടയോട്ടങ്ങൾ, ഒരുപാട് സാമ്രാജ്യങ്ങൾ ഇവിടെ വന്നുപോയി, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് ഭാഷകളുള്ള ഈ ദേശത്തിൻ്റെ ഒരു സാംസ്കാരിക ഐക്കണായിട്ട് നിലനിൽക്കട്ടെ ഈ പാലം.